കേരള ചരിത്രത്തിൽ ഇപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് ഒരു ബഡ്ജറ്റിലെ നികുതി പ്രപ്പോസലിനെ കുറിച്ച് അഴിമതി ആരോപണം ഉയരുന്നു. ഇതിനെങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാതെ പരിങ്ങി നിൽക്കുകയാണ് UDF. എന്താണ് കാര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ കൃഷിക്കാരുണ്ടാക്കുന്ന ലഹരി കുറഞ്ഞ പാനീയങ്ങൾക്ക് കേരളത്തിൽ വിൽക്കാനുള്ള അവസരമുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിൽപ്പന നികുതിയിൽ ഒരു പുതിയ ഇനം മദ്യവും കൂടി ചേർത്തു. ലഹരി കുറഞ്ഞ മദ്യം 20% താഴെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോ ഡിസ്റ്റിലറികൾക്കും എല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കാലോ. അതുകൊണ്ട് അതോടൊപ്പം ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞ് ഒരു ഇനത്തെ കൂടി നിർവചിച്ചു. അത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പാനീയങ്ങളാണ്, ബിയറും വൈനും അല്ലാത്തത്. അതിനെ നികുതി നിശ്ചയിച്ചുള്ളൂ. ഇത് ചെയ്തപ്പോ സതീശൻ തന്നെ ആക്ഷേപം ഉന്നയിച്ചു. ഇത് ഡിസ്റ്റിലറികൾക്ക് കേരളത്തിൽ അവരുടെ ലഹരി കുറഞ്ഞ പാനീയങ്ങൾ വെക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കാനാണ്, അഴിമതിയാണ് എന്ന്. അന്ന് അസംബ്ലിയിൽ MP രാജേഷിനോട് ചോദിച്ചു എത്ര കിട്ടിയെന്ന്. അതുകൊണ്ട് MP രാജേഷ് ഇപ്പൊ ചോദിച്ചത് എത്ര കിട്ടി. എല്ലാവർക്കും അത് മനസ്സിലായിക്കാണല്ലോ എന്താ MP രാജേഷ് എത്ര കിട്ടിയത് ചോദിച്ചത്. നമ്മുടെ ഭരണകാലത്ത് തന്നെ ഈ ബക്കാർഡി കമ്പനിയും കർണാടകയിലെ ഡിസ്റ്റിലറീസും ഇങ്ങനൊരു പുതിയ ഇനം വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇമ്പോർട്ട് ലൈസൻസ് വേണം എന്ന് പറഞ്ഞ് സമീപിച്ചു. അപേക്ഷ തന്നു. GST കമ്മീഷണർ അപേക്ഷ തള്ളി. എന്ത് പറഞ്ഞുകൊണ്ട്? അങ്ങനെ ഇനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നികുതി നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിച്ചത് ഹോർട്ടി വൈന് മാത്രം. ഇപ്പൊ പുതിയ സർക്കാർ വന്നു. ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്തതിന് നികുതി നിശ്ചയിച്ചു. ഇനി ആരെങ്കിലും ഒരാള് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് രമേശ് ചെന്നിത്തല ന്യായീകരിച്ചിരിക്കുക. VD സതീശന് ഇത് വലിയൊരു വിമിട്ടമുണ്ടാക്കിയിട്ടുള്ളത് എക്സൈസ് മന്ത്രി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ അറിയാതെ എങ്ങനെയാണ് എൻ്റെ വകുപ്പിലെ കാര്യത്തിന് നികുതി നിശ്ചയിക്കുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ വക്കാലത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ബഡ്ജറ്റ് രഹസ്യരേഖയല്ലേ, അതുകൊണ്ടാവാം ഒരുപക്ഷെ ലിജുവിനോട് ചോദിക്കാതിരുന്നത്. രമേശ് ചെന്നിത്തല ഒരു വട്ടമല്ല, അത് പലവട്ടം മന്ത്രിയായ ആളല്ലേ. കേരളത്തിലെ നികുതികളെ ധനമന്ത്രി മാത്രമല്ല, ധനമന്ത്രിയാകെ നിർണ്ണയിക്കുന്നത് GSTയും വിൽപ്പന നികുതിയാണ്, അല്ലെങ്കിൽ ലക്ഷറി. അപ്പൊ അതൊന്നുമില്ല, ഇത് രണ്ടെണ്ണോ. ബാക്കി എക്സൈസ് ഉണ്ട്, അത് എക്സൈസ് മന്ത്രിയും വകുപ്പാണ് തീരുമാനിക്കുന്നത്. മോട്ടോർ വാഹന നികുതിയുണ്ട്,
ലാൻഡിന്റെ നികുതിയുണ്ട്, ആ റവന്യൂ വകുപ്പ. എന്താ ധനമന്ത്രി ചെയ്യാന്നറിയോ? ഫിനാൻസ് സെക്രട്ടറി ഈ വകുപ്പുകളുടെ സെക്രട്ടറിമാരോട് നിങ്ങൾക്ക് വല്ല നിർദ്ദേശമുണ്ടോ? നിങ്ങളുടെ വകുപ്പിൽ നിന്ന് ഇത്ര കൂടി നികുതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, വരുമാനം വേണം. ഇപ്പൊ സെക്രട്ടറിമാരില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ധനമന്ത്രി വിളിച്ച് മറ്റേ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാം. മന്ത്രിമാരുടെ യോഗം വിളിക്കാറില്ല. പക്ഷെ മന്ത്രിമാരോട് ചർച്ച ചെയ്ത് ആയിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ വി ഡി സതീശന്റെ ധൃതിയില് വകുപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. രഹസ്യമായതുകൊണ്ടല്ലെന്ന്, ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു കമ്മിറ്റ്മെന്റ് ആണത് കുറച്ചു കൊടുക്കാൻ. ഇങ്ങനെയാണ് ആദ്യത്തെ ബഡ്ജറ്റാ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും വരും കേട്ടോ പലതും, വിസ്മയങ്ങള്. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ഒരു കോളേജ് ഉണ്ട്, പോരാ, ഒരെണ്ണം കൂടി വേണം. ഇത് 2015 ഓർഡർ ഇറക്കിയിട്ട് നടപ്പാക്കാൻ പറ്റാതെ പോയ കാര്യമില്ലേ? എന്താ കാരണം? മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നത് സർക്കാരിനും കൂടി ഷെയർ ഉള്ളൊരു കമ്പനി. 26% ഷെയർ സർക്കാരിന്, ബാക്കിയ കമ്പനിക്ക്. സർക്കാരിന്റെ ഷെയർ ആയിട്ട് ഭൂമി എടുത്തു കൊടുത്താൽ മതി. ശരി, പക്ഷേ ആരാ മെഡിക്കൽ കോളേജ് നടത്താ? മെഡിക്കൽ കോളേജ് നടത്താ വേറൊരു സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി. സർക്കാർ ഭൂമി കൊടുക്കണം. അവിടെ മെഡിക്കൽ കോളേജ് പണിത് കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് 99 വർഷത്തേക്ക് സൊസൈറ്റി ഏൽപ്പിച്ചു കൊടുക്കണം. അവരാണ് നടത്തുക. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഭൂമി കിട്ടിയാ പോരല്ലോ, കെട്ടിടമൊക്കെ പണിയണ്ടേ? 500 ബെഡുള്ളൊരു ആശുപത്രി. നമ്മളിപ്പോ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി വാർഡ് 375 കോടിക്കാട്ടോ പണി തീർത്തു. അപ്പൊ ഒരു ആശുപത്രി പണിയണോടെ. എന്താന്ന് പറഞ്ഞെന്നറിയോ? നബാർഡിന്ന് വായ്പ എടുക്കും. നബാർഡ് വായ്പ ആരെ തിരിച്ചടക്ക? സർക്കാർ. സർക്കാർ ആശുപത്രി പണിത് ഒരു നടത്താൻ വേണ്ടി 99 വർഷത്തേക്ക് ഒരു സൊസൈറ്റിനെ ഏൽപ്പിക്കുക. ഇതാണ് കേട്ടോ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഒരു ഉത്തമ മാതൃക കേരളത്തിൽ കൊണ്ടുവന്നത്. അതാ ഞാൻ പറഞ്ഞ വിസ്മയങ്ങൾ ഇനിയും വരുന്നുണ്ട് ഈ ബഡ്ജറ്റിൽ നിന്ന്. VM സുധീരൻ എഴുതിയിട്ടുണ്ട്, കരിമണൽ ഖനനം പാടില്ല, എല്ലാ ഉത്തരവും റദ്ദാക്കണം. കരിമണൽ ഖനനം പാടില്ല എന്ന് നമുക്ക് നിലപാടില്ല കേട്ടോ. കേരളത്തിന് ആകെയുള്ള ഒരു മെറ്റലാണ്. അത് ഏറ്റവും സമ്പന്നമായിട്ടുള്ള തോറിയം. ലോകത്തിന്ന് ഭാവി പുതിയ ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഈ ഡാറ്റാ സെന്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ, പുതിയ ഓൾട്ടർനേറ്റീവ് എനർജിയൊക്കെ നോക്കുമ്പോൾ ഈ റെയർ മെറ്റൽസ് വളരെ വളരെ നിർണായകമാണ്. യുക്രൈൻ യുദ്ധം അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. എല്ലാം പ്രോക്സി യുദ്ധമാണല്ലോ. അതിന് മൂല കാരണം ഇതാ. യുക്രൈൻ ട്രംപിന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ മുഴുവൻ ധാതുക്കളും നിങ്ങൾക്ക് തന്നേക്കാന്ന്, യുദ്ധത്തിന് സഹായിക്കുന്നതിന്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ഉപയോഗിക്കുമ്പോൾ അപകടമുണ്ട്. സ്വകാര്യ മുതലാളിമാരാണ് അത് ചെയ്യുന്നതെങ്കിൽ
നമ്മുടെ കടൽ തീരം മുഴുവൻ കുഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, ഖനനം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മത്സ്യസമ്പത്തിന്റെ ശോഷണം ഉണ്ടാവും. 10 ലക്ഷം പേരുടെ ഉപജീവനമാണേ, നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രശ്നമാണേ. അതുകൊണ്ട് കർശനമായ നിയന്ത്രണം വേണമെന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇന്നിപ്പോ ഛത്തീസ്ഗഡില്, ജാർഖണ്ഡില്, ഈ മേഖലകളിലെല്ലാം ട്രൈബൽ മേഖലകളില് ഈ അദാനിയും അതുപോലുള്ള കമ്പനികളുമെല്ലാം ഖനനത്തിന് സ്ഥലമേറ്റെടുത്തിട്ട്, നിങ്ങൾ പോയില്ല, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ഖനനത്തിന് സ്ഥലമേറ്റെടുത്തിട്ട് അവിടെ നടക്കുന്ന സമരം എന്താണെന്ന് അറിയോ? ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന വ്യവസായ സമരങ്ങളില്ലേ, 1000 ആളുകൾ പണിയെടുക്കണം, 100 ഫാക്ടറികളിൽ സമരം നടന്നിട്ട് 5 വർഷം. യൂണിയനൊന്നും ഇല്ലട്ടാ, യൂണിയനൊന്നും വേണ്ട, സമരം ചെയ്യാതെ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. അതില് ഈ പ്രദേശങ്ങളിലെല്ലാം നാട്ടുകാരും സമരത്തിനൊപ്പോ. അതാ പ്രശ്നം. എന്താ? ഇവരെല്ലാം കുഴിച്ച് തകർത്തുകൊണ്ടിരിക്കണം ആ പ്രദേശം മുഴുവൻ. അപ്പൊ നമ്മുടെ ധാതു ഖനനത്തിന് ഈ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീരദേശത്ത് മുഴുവൻ ചെറിയ സമരമല്ലോട്ടാ വരാൻ പോണേ. സീറ്റ് 100 മേടിച്ചിട്ടുണ്ടാവും, അധികാരത്തിലുണ്ട്. പക്ഷെ ഈ ബഡ്ജറ്റ് പറയുന്നത് 6 മാസം വേണ്ടട്ടാ കേരളത്തിലെ ബലാബലം മാറാനായിട്ട്. ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത തീരദേശം നിൽക്കുവോ? ഇതുപോലെ ഓരോന്നും സഭയായാലും ആരൊക്കെ കൂടെ നിന്നോ അവരൊക്കെ ഈ സമരത്തിലേക്കൊക്കെ വരുന്നൊരു പുതിയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവേണ് എന്നാണ് ഈ ബഡ്ജറ്റ് സൂചിപ്പിക്കുന്നത്. നമ്മളെ അലട്ടുന്ന പ്രശ്നം ഇത് മാത്രമല്ല കേട്ടോ. 1959 കേരളത്തിലുണ്ടാക്കിയ നഷ്ടം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ആ സർക്കാർ തുടർന്നിരുന്നെങ്കിൽ ഭൂപരിഷ്കരണം നടപ്പായാനെ. അന്ന് ഭൂപരിഷ്കരണം നടപ്പായിരുന്നെങ്കിൽ അന്നത്തെ മിച്ചഭൂമിയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ കർഷക തൊഴിലാളിക്കൊക്കെ 2 ഏക്കർ വെച്ചെങ്കിലും ഭൂമി കിട്ടിയാന്. 1971 വീണ്ടും ഭൂപരിഷ്കരണം നിയമം പാസ്സായപ്പോഴേക്കും ഈ മിച്ചഭൂമി മുഴുവൻ തിരിമറി ചെയ്യപ്പെട്ടു പോയിന്ന്. ബാക്കിയുണ്ടായത് ഇഷ്ടദാന ബില്ലും കൊണ്ടുപോയി. ഒരിക്കലും പരിഹരിക്കാനാവാത്ത ഊരാക്കുടുക്കായിട്ട് നമ്മുടെ ഭൂപ്രശ്നം മാറി. അന്ന് സർക്കാർ തുടർന്നിരുന്നെങ്കിലേ ലോകത്തല്ല ഇന്ത്യയിൽ, ലോകം പറയാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്, എങ്ങുമില്ലാത്തൊരു ഭരണ സംവിധാനം കേരളത്തിൽ വന്നാല് ഓരോ ജില്ലയിലും സംസ്ഥാന സർക്കാർ പോലെ പ്രാദേശിക സർക്കാർ. ആ നിയമം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് പിന്നെ 59 കഴിഞ്ഞ് 97 വരെ കാത്തിരിക്കേണ്ടി വന്നു. ജനകീയ ആസൂത്രണത്തിലൂടെ അധികാരം താഴേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്നിപ്പോ പലരും പറയും സംവരണം വേണം. ഇന്നും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു കുടുക്കായിട്ട് മാറ്റിയത് 59 വിമോചന സമരമല്ലേ? എത്ര വലിയ നഷ്ടം! അതുപോലെ നഷ്ടം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന്റെ മുന്നിൽ ഒരു നവകേരളത്തിനുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു.
അതിനൊരു ചരിത്രമുണ്ട്. നവകേരളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യരുടെ യോഗ്യതയ്ക്കും പ്രതീക്ഷയ്ക്കും അനുസരിച്ചുള്ള നല്ല തൊഴിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കണം. അതിനൊരു പരിപാടി. അത് ചെയ്യുമ്പോ ഈ നാട്ടിലെ പാവങ്ങളുണ്ട് കേട്ടോ. കർഷക തൊഴിലാളികള്, ചുമട്ട് തൊഴിലാളികള്, നിർമ്മാണ തൊഴിലാളികള്, അവരുടെ സംരക്ഷണം പൂർണ്ണമായിട്ട് നിർവഹിക്കണം. ക്ഷേമം ഉറപ്പുവരുത്തണം. ക്ഷേമവും വികസനവും ഇതെങ്ങനെ കൊണ്ടുപോകാം? ഇതിനൊരു ഉത്തരം നൽകി കേട്ടോ. ആ ഉത്തരത്തിന് ഒരു 20 വർഷത്തെ സമരത്തിന്റെയും ചിന്തയുടെയും പിന്നാമ്പുറമുണ്ട്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. പ്രതിസന്ധി ഉണ്ടെന്ന്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, കേന്ദ്രത്തിലും ഉണ്ട്. ധനപ്രതിസന്ധി ഇല്ലെന്ന് പറഞ്ഞ് എന്തോന്ന് വർത്താനമാണ്? പ്രതിസന്ധി ഉണ്ട്. എന്താ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞ? ചെലവിന് വേണ്ട പണമില്ലാവുന്ന പ്രതിസന്ധിയാ. എത്ര ചെലവാക്കാൻ തീരുമാനിച്ചതിനെ ആശ്രയിച്ചിരിക്കും പ്രതിസന്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇന്ത്യ സർക്കാരും സംസ്ഥാന സർക്കാരുകളും എല്ലാം കൂടി ചെലവാക്കണത് എത്ര വരും? നമ്മുടെ രാജ്യത്തെ GDP-യുടെ 28%. അതാണ് നമ്മുടെ എല്ലാ സർക്കാരും കൂടി ചെലവാക്കുന്നത്. ലോകത്തെ സർക്കാരുകളെല്ലാമോ ലോകത്തെ GDP-യുടെ 35%. വികസിത രാജ്യങ്ങൾ എടുത്താലോ അവരുടെ വരുമാനത്തിന്റെ 42%. നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങളില്ലാഞ്ഞിട്ടാ. ഇന്ത്യ രാജ്യേ സാധാരണക്കാരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, ഭക്ഷണം, ക്ഷേമം, ഇതിന്റെ ഏത് സൂചിക എടുത്താലും 100ാം സ്ഥാനത്തിനപ്പുറമല്ലേ ലോകരാജ്യങ്ങളിൽ? ഏതെങ്കിലും മുന്നിലാണോ? ആവശ്യമുണ്ടെന്ന് നാട്ടിലെ പാവങ്ങൾക്ക് ചെലവാക്കില്ല, വരുമാനമില്ലെന്ന്. വരുമാനം ഉണ്ടാവണമെങ്കിൽ പണക്കാരിന്ന് പിരിക്കണം, അതിന് തയ്യാറല്ല. അങ്ങനെ ചെലവ് ചുരുക്കി പാവങ്ങളുടെ വയറ് മുറുക്കി ഉടിപ്പിച്ച് പ്രതിസന്ധി പരിഹരിക്കുന്ന സമീപനമാണ് പൊതുവിൽ ഇന്ത്യ രാജ്യത്ത്. എന്നിട്ടും പ്രതിസന്ധിയാ. ഈ പ്രതിസന്ധി ഏറ്റവും മൂർച്ഛിച്ചത് AK ആന്റണിയുടെ ഭരണം തുടങ്ങിയ കാലത്താണ്. കുറച്ചു നേരത്തെ തുടങ്ങി. അന്നെന്താ AK ആന്റണി ചെയ്തേ? ADB ലോൺ, ഒരു ധവളപത്രം. ADB ലോൺ എന്താ പരിഹാരം? ചെലവ് ചുരുക്കാം, മുണ്ട് മുറുക്കി കൊടുക്കാം. ജനം സമ്മതിച്ച? ജീവനക്കാരെ സമ്മതിച്ച? ചെലവ് ചുരുക്കി പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടപ്പോ അപ്പോഴാണ് ചൗധരി കമ്മിറ്റിയെ കൊണ്ടുവന്നത്. വരുമാനം വേണമല്ലോ, പൊതുമേഖല വിൽക്കാം. തൊഴിലാളി സമ്മതിച്ചോ? നാട്ടുകാർ സമ്മതിച്ചോ? ഓരോ ഫാക്ടറിക്കും നമ്മൾ സേവ് കമ്മിറ്റി ഉണ്ടാക്കി, ബദലുണ്ടാക്കി, സമരം ചെയ്ത് തോൽപ്പിച്ചു. അവസാനം പിന്നെ ഒന്നും വൃത്തിയില്ല, എല്ലാം കുടിശ്ശിയാക്കി. 100 രൂപ പെൻഷൻ 24 മാസം കുടിശ്ശിയാക്കിയ ഭരണം തീർന്നു. VS സർക്കാർ വന്നു. ചെലവ് ചുരുക്കാനല്ല പോയത് കേട്ടോ, നൽകാനാ. പെൻഷൻ കൂട്ടി, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി, വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തി. എങ്ങനെ? നികുതി ഓരോ വർഷവും 20% വർദ്ധിച്ചു. ഇന്ത്യയിൽ റെക്കോർഡാണ് കേട്ടത്. എങ്ങനെ വർദ്ധിച്ച്? എൻട്രി ടാക്സ് ഏർപ്പെടുത്തി. കേരളത്തിലേക്ക് വരുന്ന എല്ലാ ചരക്കിനും ആദ്യം നികുതി വന്നിട്ട് ഇങ്ങോട്ട് കയറി വെച്ചാൽ മതി. അപ്പൊ എല്ലാരും പറഞ്ഞ് നമ്മുടെ ചെക്ക് പോസ്റ്റ് മുഴുവൻ കാക്കുമെന്ന്.
50,000 രൂപയാണ് കേട്ടോ ഈ നമ്പറൊക്കെയാണെന്ന് വെച്ചാൽ. ആരെങ്കിലും 100 രൂപയുടെ അഴിമതി കണ്ടെത്തിയ 100 രൂപ, 50,000 രൂപ. ആ അഴിമതി ഇല്ലെന്ന്, അഴിമതിരഹിത വാളയാർ. അങ്ങനെ വന്നപ്പോഴാണ് 20% വെച്ച് കൂടിയത്. അങ്ങനെ പ്രതിസന്ധി നമ്മൾ മാനേജ് ചെയ്തത്, പരിഹരിച്ചെന്ന് ഞാൻ പറയില്ല, മാനേജ് ചെയ്തത്. ഉമ്മൻചാണ്ടി വന്നു, നികുതി വരുമാനം 10 വീണു, വരുമാനം ഇടിഞ്ഞു. അത് മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ കുഴപ്പം കൊണ്ടാന്ന് ഞാൻ പറയില്ല കേട്ടാ. സുപ്രീം കോടതി എൻട്രി ടാക്സ് റദ്ദാക്കി. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും ധനപ്രതിസന്ധിയായി. എന്നാലും ഏക്കാണിനെ പോലെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയില്ല. പുതുമേല കാശ് കൊടുക്കൂല, ചത്തനൊക്കെ ജീവിക്കാം. പെൻഷൻ 18 മാസം കുടിശ്ശിയാക്കി, 100 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് 2016 വന്നത്. ആ 2016 സർക്കാരാണ് ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് വികസനത്തിന് മുന്നോട്ട് വെച്ചത്. ക്ഷേമവും വികസനവും ഒരുമിച്ച് പോകണം. ഇതിനെല്ലാം പണം എങ്ങനെയാ? അതിൻ്റെ ധനകാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് 2016 ആദ്യത്തെ ബഡ്ജറ്റ് വെച്ചത്. ബഡ്ജറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് പാവങ്ങൾ കൊടുക്കാനെല്ലാം കൊടുത്തോണം കേട്ടോ. പെൻഷനെങ്കിൽ പെൻഷൻ, കോവിഡ് ആണെങ്കിൽ അതിനുള്ള പണം. അങ്ങനെ ബഡ്ജറ്റിൽ നിന്ന് പെൻഷനും കാര്യത്തിനും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ, ക്ഷേമ പ്രവർത്തനത്തിന് കൊടുത്തു കഴിയുമ്പോൾ, പിന്നെ രണ്ടാമത്തെ കാര്യമില്ലേ നവകേരളത്തിലെ ഈ പുതിയ വ്യവസായങ്ങൾ വരണോ, പശ്ചാത്തല സൗകര്യങ്ങൾ വേണം, നല്ല റോഡ് വേണം. നമ്മുടെ കൊച്ചി തന്നെ എടുക്ക്. കൊച്ചിയാണെന്ന് കേരളത്തിന്റെ വികസന കേന്ദ്രം, ഗ്രോത്ത് പോൾ, വളർച്ച ധ്രുവം. നമുക്ക് അത് സാധ്യതയുള്ള ഏക മെട്രോപോളിസ് ആണ്. അനിലിവിടെ നിൽപ്പുണ്ട്. അനിലെ പറ, ഏതെങ്കിലും കൊച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പണമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്? എത്രയാ? നമ്മുടെ കളമശ്ശേരി മണ്ഡലമായാലും ഏതെടുത്താലും. എങ്ങനെ സാധിച്ചു? ഇത് സാധിക്കുന്നത് ക്ഷേമം കുറക്കാൻ പാടില്ല. ഇപ്പൊ ബഡ്ജറ്റിൽ ബാക്കി കുറച്ച് പണമേ ഉള്ളൂ. ബഡ്ജറ്റിന് പുറത്ത് നമ്മൾ ഇതിനുള്ള പണം കണ്ടെത്തും. കേരളം 2 കാലമായി നടക്കാൻ തുടങ്ങിയത്. ക്ഷേമത്തിൽ നോക്കി നടക്കുകയല്ല, 2 കാലിലും. അതോടൊപ്പം തന്നെ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനും. കടം പേടിച്ചാലോ? ഇങ്ങനെ കടം മേടിച്ചാൽ എങ്ങനെ വീട്ടാ? ഇതെത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവണില്ലാത്തതാണ്. മനസ്സിലാവാത്തതല്ല, മനസ്സിലാക്കണ്ട തീരുമാനിച്ചുകൊണ്ടാണ്. എല്ലാ വർഷവും ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് പണം എന്ത് വന്നാലും ബാക്കി വരുന്ന റോഡിനും പാലത്തിനും ഒക്കെ വെക്കുമല്ലോ. അതിൻ്റെ ഒരു ഭാഗം ഗ്രാൻഡായിട്ട് ഈ കിഫ്ബിക്ക് കൊടുക്കണം. മോട്ടോർ വാഹന നികുതിയുടെ പകുതി അത് കൊടുത്തേക്കണം. അതിങ്ങനെ കിഫ്ബി കിട്ടിയാലുള്ള ഗുണം എന്താ? ഇനി എല്ലാ വർഷവും ഭാവിയിൽ ഈ തുക കിട്ടിക്കൊണ്ടിരിക്കും. മോട്ടോർ വാഹന നികുതി കൂടുമ്പോൾ ഇതും കുറച്ച കൂടും. അങ്ങനെ വരുമ്പോ കിഫ്ബിക്ക് ഏത് ബാങ്കിൽ ചെന്നും ഏത് പണക്കമ്പോളത്തിൽ പോയിട്ടും ഞങ്ങളുടെ ഭാവി വരുമാനത്തിന്റെ രേഖ ഉണ്ടാ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വരച്ച് കാണിക്കട്ടോ, അടുത്ത 25 വർഷം ഓരോ വർഷം എത്ര കേരള സർക്കാരിൽ നിന്ന് കിട്ടുന്നു. ഇത്രേ കൊടുക്കുന്നുള്ളൂ, ഭാവിയിൽ കൂടുമായിരിക്കും. അപ്പോഴെത്രയാ? മോട്ടോർ വാഹനങ്ങളുടെ പകുതി കിട്ടുമ്പോ തരാം.
ഇപ്പൊ ഞങ്ങൾക്ക് വായ്പതാ. അങ്ങനെ കൈനീട്ടി ചോദിച്ചാൽ കിട്ടുമോ? കിട്ടിയല്ലോന്ന് 42,000 കോടി രൂപ എന്നിട്ടാ ബില്ല് തീർത്തിട്ടുള്ളത്. കേരള സർക്കാർ നൽകുന്ന ഈ ചെറിയ തുകയിൽ നിന്ന് ലിവറേജ് എന്ന് പറയും എക്കണോമിക്സിൽ. ഇതാണ് ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഇതിൻ്റെ ഒരു വലിയ വിജയം ഉണ്ടല്ലോ. ഈ കോവിഡ് വന്നിട്ട് എല്ലാം വന്നിട്ടും പാവങ്ങൾക്കെല്ലാം കൊടുക്കുക. അതോടൊപ്പം ഈ കോവിഡ് കാലത്ത് കോവിഡ് ഇല്ലായിരുന്നു, ഇപ്പം മാറിയാനേട്ടാ. ആ കോവിഡ് കാലത്ത് പോലും നമ്മുടെ മലയോര റോഡുകള്, സ്കൂളുകള്, ആശുപത്രികൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണമെല്ലാം ഈ വികസന തന്ത്രത്തിന്റെ വിജയമാണ്. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് 2021 രണ്ടാം ഭരണം. ഇതോടെ 2 സെറ്റുകാർക്ക് പരിഭ്രാന്തി. ഇങ്ങനെ പോയാൽ മൂന്നാം ഭരണം ഉറപ്പല്ലേ? നമ്മൾ ആർക്കെങ്കിലും ഇളക്കാൻ പറ്റൂ കേരളത്തിൽ നിന്ന്? കേരളത്തിലെ സർവ വലതുപക്ഷക്കാരും ഒരുമിച്ചിട്ടാ ഒരു വലതുപക്ഷ ഏകീകരണം നമ്മൾ കുറഞ്ഞു കണ്ടു. ജമാഅത്ത് ഇസ്ലാമിക്കും RSSനും കൈ കൊടുത്താൽ ഒരു പ്രയാസമില്ല. അതാ റേഞ്ച്. പള്ളിക്കൊന്നും നമ്മുടെ വലിയ എതിർപ്പൊന്നുമില്ല. അമ്പത്തുമ്പലെ പോലത്തെ പള്ളിയൊന്നുമില്ല. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയല്ലേ. അപ്പോ അണ്ടത്തെ എതിർപ്പൊന്നുമില്ല. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാര് 3ാം തവണ കേരളം ഭരിക്കുക അത്ര ശരിയാവും? നമ്മൾ യഥാർത്ഥത്തിലേ ഈ വലതുപക്ഷ ഏകീകരണത്തിന്റെ ഒരു തീവ്രത അളക്കാൻ പരാജയപ്പെട്ടു. നമ്മളെ കണ്ടാൽ എല്ലാവരും ചിരിച്ചെല്ലാം വർത്താനം പറയും കേട്ടോ, എല്ലാവരും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ 3ാം വട്ടോ എന്നുള്ള ചിന്തയാണ്. ഈ 3ാം വട്ടം വന്ന് ഈ കോൺഗ്രസ് ഇല്ലാതായി പോയാലോ? അതുകൊണ്ട് വേണം ഈ ഏകീകരണം. അതിന് സൃഷ്ടിച്ച നരേറ്റീവുകൾ എല്ലാം എന്തിനേയും മറ്റൊന്നാക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ പത്രം തന്നെ വായിച്ച് പത്രത്തിന് നമ്മുടെ പത്രത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രസംഗം പണ്ടത്തെ പോയ മൈതാനത്ത് ചെയ്തിട്ടുണ്ടെന്ന്, വേറൊന്നുണ്ടെന്ന് എല്ലാരും ഈ ഫോൺ വെച്ചല്ലേ കാണുന്നത്. അതിനൊന്നും നമ്മൾ വേണ്ടത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതൊരു രണ്ടാമത് ആരാണെന്നറിയോ പരിഭ്രാന്തരായത്? കേന്ദ്ര സർക്കാർ. ഈ കോൺഗ്രസ് ഒന്നും BJPക്ക് ബദലല്ലെന്ന്. ബദലെച്ചാൽ മതനിരപേക്ഷമാണ്, ഒരു ശക്തിയാണ്. പക്ഷേ BJPയുടെ സാമ്പത്തിക നയങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ കോൺഗ്രസിന്? അവരല്ലേ തുടങ്ങി വെച്ചത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ ശക്തി അത് മതനിരപേക്ഷതയിൽ നിലപാടെടുക്കുന്നു. അതോടൊപ്പം പുതിയൊരു ബദല്. 2016 വരെ നമ്മളെ കളിയാക്കായിരുന്നു. ക്ഷേമമൊക്കെ ഉണ്ട്, ജോലി വേണമെങ്കിൽ ഗൾഫിൽ പോണമല്ലോ. നെഗറ്റീവ് മാറിയാണ് കേരളത്തിൻ്റെത്. ക്ഷേമത്തിൽ മാത്രമല്ല, വളർച്ചയിൽ നിങ്ങളുടെ ഗുജറാത്തിനെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ പോവുകയാണ്. അത് പറ്റില്ല. സോ അതിനെങ്ങനെ കേന്ദ്ര സർക്കാർ നേരിട്ടത്? ഒരു ധനകാര്യ കുഴപ്പം കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് അതിന് കണ്ട മാർഗം എന്താ? നമ്മുടെ കിഫ്ബി ഇല്ലേ, കിഫ്ബി എടുക്കുന്ന വായ്പ പൊതുമേഖലാ സ്ഥാപനം, ആ പൊതുമേഖലാ സ്ഥാപനം എടുക്കുന്ന വായ്പ കേരള സർക്കാർ എടുക്കുന്ന വായ്പക്ക് തുല്യമാണ് എന്നവരങ്ങ് വിധിച്ചു. അതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ വായ്പ എടുത്താൽ ഞങ്ങൾ കുറയ്ക്കുന്നല്ല,
ഈ തീരുമാനം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാലം 2016 മുതൽ നിങ്ങളെടുത്ത വായ്പ മുഴുവൻ ഞങ്ങൾ വെട്ടിക്കുറക്കാൻ പോയി. നമ്മൾ കേസെല്ലാം കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമല്ലേ. നമ്മുടെ കേരളത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായ കാരണം 5-ാം പത്തിക്കാരായിരുന്നു UDF എന്ന്. വി.ഡി. സതീശൻ വീമ്പ് പറയണത് കേന്ദ്രം പറയുന്നതിന് മുമ്പ് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതാണ് സൈസ്. അതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും വായ്പ എടുത്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ ഈ നഹായ് ദേശീയപാത പണിയുന്നു, നഹായ് വായ്പ എടുക്കണു. കുറച്ച് പണം ടോളിൽ നിന്ന് കിട്ടും, ബാക്കി കേന്ദ്രം കൊടുക്കുന്നതല്ലേ. നഹായ് എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിന്റെ വായ്പപ്പെടുത്തുമോ? 1-2 3 ലക്ഷം 4 ലക്ഷം കോടിയാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ വായ്പ എടുക്കുന്നത്. അത് സംസ്ഥാനത്തിന് പാടില്ല എന്നാ പറയണേ. ഏതായാലും നമ്മൾ പറഞ്ഞു നോക്കി, പക്ഷെ കേന്ദ്രം തീരുമാനം എടുത്തു. നമ്മുടെ കേസ് ഇങ്ങനെ സുപ്രീം കോടതി കിടപ്പുണ്ട്. എന്തുണ്ടായത്? കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അർഹത ഉണ്ടായ വായ്പയുടെ ഒരു 60% വായ്പ എടുക്കാനേ കഴിഞ്ഞ 5 വർഷമായിട്ട് സമ്മതിച്ചുള്ളൂ. അത്രയും മനസ്സിലാക്കിയ നമുക്ക് സാധാരണയിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട്. അത് 2021 കോവിഡിന്റെ ഒക്കെ തുടർച്ചയായിട്ട് 4% അനുവദിച്ചിരുന്നു. 22 3.5% അനുവദിച്ചിരുന്നു. പിന്നീട് 3% വെച്ച് അങ്ങനെയുള്ള തുകയുടെ 60% 40% വെട്ടിക്കളഞ്ഞു. അപ്പൊ നമ്മുടെ പദ്ധതി, നമ്മുടെ ബാലൻസിങ് ആയിട്ടങ്ങ് പാളം പറ്റി തീർന്നില്ല. ഇത് വായ്പ. ഒരു സംസ്ഥാന സർക്കാരിന്റെ വരുമാനം എന്ന് പറയുന്നത് 3 ഇനത്തിലാണ്. 1 നമ്മൾ ഉണ്ടാക്കണം സ്വന്തം തനത് വരുമാനം. 2 കേന്ദ്ര സഹായം, കേന്ദ്രം തരുന്നത്. 3 കേന്ദ്രം അനുവദിക്കുന്ന വായ്പ. അപ്പൊ 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2-ാമത്തെ ഉണ്ട് കേന്ദ്ര സഹായം. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്രം അവരുടെ വരുമാനത്തിന്റെ 50% നൽകുമ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിന് നൽകിയത് 27%. ഏതെങ്കിലും സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്? പിന്നെയും കുറച്ച് പിടിച്ചു നിന്നത് നമ്മുടെ തനത് വരുമാനമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാ. പക്ഷെ വർദ്ധിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട് കേട്ടോ. ഇപ്പോഴാ എൻ്റെ സാധ്യത തുറന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനും GST സമ്മതിക്കാൻ പോയി? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലേ എല്ലാം ചെയ്യാൻ വരുന്നത്. ഞാൻ മന്ത്രിയാന്ന് തന്നെ GST സമ്മതിച്ചു കഴിഞ്ഞിട്ടാ. നമ്മുടെ KM മാണി സാറായിരുന്നു അതിന്റെ അധ്യക്ഷൻ തന്നെ, ഇതിന്റെ സമിതിയുടെ. അപ്പൊ പിന്നെ അത് തള്ളിക്കളയല്ല, അതെങ്ങനെ നമുക്ക് ഗുണമാക്കാൻ പറ്റും നോക്കാന്ന് വെച്ചു. അപ്പൊ കണ്ടതെന്താണെന്നറിയാമോ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ചരക്ക് ഇവിടെ വരുമ്പോ നികുതി നോക്കാൻ പാടില്ല. വാറ്റില് ഇവിടെ വിൽക്കണമെങ്കിലേ പറ്റുള്ളൂ. അതാണ് അടച്ചത് എൻട്രി ടാക്സ് വഴി. എൻട്രി ടാക്സ് പോയി. പക്ഷെ GST വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ചരക്കുകൾക്ക് അവിടെ എഴുതിയ ബില്ലിലെ നികുതി കേന്ദ്ര സർക്കാർ പിരിച്ച് നമുക്ക് തരും. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എഴുതുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണെന്ന് പറയണം IGST. അപ്പം നമുക്ക് പിന്നെയും വരുമാനം കൂടുന്ന കണ്ടേ. നമ്മുടെ കാലത്ത് കൂടിയില്ല. കാരണം എന്താ? നമ്മൾ അറിയണ്ടേ, ആ മറ്റ് സംസ്ഥാനത്തുള്ളവര് ബില്ലെഴുതുമ്പോൾ ഇത് കേരളത്തിലേക്കാണെന്ന് എഴുതണ്ടേ? ഇത് കേരളത്തിലേക്കാണെന്ന് എഴുതിയെന്ന് നോക്കാനായിട്ട് വഴിയില്ല. 2021 നമ്മളൊരു പണി പറ്റിച്ചട്ടാ. വാളയാറ് നമ്മുടെ ഊരാളുകളെ കൊണ്ട് എല്ലായിടത്തും ക്യാമറ വെച്ച് ഒരു വണ്ടി വരുമ്പോൾ തന്നെ അവൻ്റെ നമ്പർ ഫോട്ടോ എടുക്കും. GST സൈറ്റിൽ പോവും.
ഇവൻ ഈ ബില്ലെടുത്തിട്ടുണ്ടോ നോക്കും. എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചരക്കാണ്, അതിന് ഇത്രയും സാധനം മതിയോ, ഇതൊക്കെ AI പറയും. ഇല്ലെങ്കിൽ പിടിക്കും. കേന്ദ്രം എന്ത് ചെയ്തു? സൈറ്റ് തുറന്നു തരൂല. തുറന്നു തരും, കണക്ക് കിട്ടാൻ 2 ദിവസം വൈകും. അപ്പൊ ഈ വണ്ടി എൻ്റെ വഴിക്ക് പോവില്ലേ? ഇപ്പോഴാണ് അതൊക്കെ നേരെയാവണത് കേട്ടോ. ഇപ്പോഴാണ് പൂർണ്ണമായിന്ന് പറയാൻ വയ്യ, അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ സർക്കാർ വലിയ ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. എത്തിയിട്ട് ഏതായാലും ഇതുകൊണ്ട് പിടിച്ചു നിന്നത് നമ്മുടെ വരുമാനത്തിൽ വായ്പ, കേന്ദ്ര സഹായം ഇതെല്ലാം വെട്ടിക്കുറച്ച് ഒരു ധനപ്രതിസന്ധിയായി. ആ ധനപ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്തു, ഒന്നാം സർക്കാർ ചെയ്ത പോലെ കുടിശ്ശിക പല കാര്യങ്ങൾക്കും വന്നു. ഒന്നാം സർക്കാരിന് വ്യത്യസ്തമായിട്ട് പ്രയാസങ്ങൾ വന്നു. നമുക്ക് വോട്ട് ചെയ്യുന്ന നമ്മുടെ പാവപ്പെട്ടവർക്ക്. അതാണ് കേട്ടോ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവാനൊരു കാരണം. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, പക്ഷെ പാവങ്ങൾ കൊടുക്കാനുള്ള ആദ്യം കൊടുക്കും. അങ്ങനെയാണ് 400 രൂപ പെൻഷൻ കൂടിയത്. അങ്ങനെയാണ് നമ്മുടെ സ്കീം വർക്കേഴ്സിനെല്ലാം 1000-2000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചത്. മറ്റോരോ ആനുകൂല്യങ്ങളും തീർത്തത്. എങ്കിലും കുറച്ച് ബാക്കിയുണ്ടായി, അത് പറയണം. അതിനൊക്കെ സ്വല്പം എതിർപ്പുമുണ്ട്. ഏതായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഞാനില്ലെന്നല്ല പറയാം പശ്ചാത്തലത്തിൽ ഈ ബഡ്ജറ്റിനൊന്ന് വിലയിരുത്തും. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കേന്ദ്ര സർക്കാരല്ലേ ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാനം? ഒരു വാചകം ഉണ്ടോ ഒന്ന് കേന്ദ്രത്തിനെതിരായിട്ട്? ധവളപത്രം വന്നപ്പോ അത് സാങ്കേതിക പ്രൊഫഷണൽ ഉണ്ടാക്കിയ രേഖയാണ്, അതുകൊണ്ട് കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയം ഒന്നും പറയാത്താണെന്നാ പറഞ്ഞ്. ബഡ്ജറ്റ് വന്നപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? നത്തിങ്. ഒരു വാചകമില്ലെന്ന്. ഇതൊരു അത്ഭുത രേഖയാണ് കേട്ടോ. ഇന്ത്യ മുന്നണി എല്ലാ സംസ്ഥാനത്തും നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുക കേന്ദ്രം സംസ്ഥാനങ്ങൾ അവഗണിക്കണു, പ്രമേയം പാസ്സാക്കണു. നമ്മുടെ ഈ ബഡ്ജറ്റിലില്ല. 2, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ഭരണത്തെ കയറുന്നതിനും ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശൻ പറഞ്ഞത്, ഇത് ഇടതുപക്ഷത്തിന്റെ പിടിപ്പുകേട്, വരുമാനമില്ലാത്തത്. ഞങ്ങള് 25,000 കോടിയുടെ കുടിശ്ശികയുണ്ട്, അത് പിരിച്ചിപ്പോ പ്രശ്നം തീർക്കും. എന്താ 25,000 കോടി എന്ന് പറയോ? കേരളം സർക്കാർ ഉണ്ടായ കാലം മുതൽ 56 മുതൽ കിട്ടാ കുടിശ്ശികയെല്ലാം കൂട്ടിവെച്ചിരിക്കുന്ന ഒരു സെക്രട്ടറിക്ക്, എല്ലാ സെക്രട്ടറികൾക്കും പേടിയെ എഴുതി തളഞ്ഞു എല്ലാം കിട്ടിപ്പോയാലോ, അതുകൊണ്ട് ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നതാണ് 25,000 കോടി രൂപ. അത് പിരിച്ച് പ്രശ്നം തീർക്കുമെന്നാ പറയണേ. ഇത് പറഞ്ഞു വന്ന ആളെന്താ ഇപ്പൊ ചെയ്തത്? 2 ലക്ഷത്തിൽ താഴെയുള്ള കുടിശ്ശിക എഴുതി തള്ളിപ്പോ ഇതാ ചെയ്തിരിക്കുന്നത്. പ്രളയ സെസ്സേ, ആ പ്രളയകാലത്ത് അത് പല സ്ഥലത്തും ഇന്ന ഈ രേഖകള് സൈറ്റൊക്കെ ശരിയില്ലാത്തതുകൊണ്ട് കുടിശ്ശിക വന്നിട്ടുണ്ട്. അത് മുഴുവൻ എഴുതി തള്ളി. അതാണ് ചെയ്തത്. സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് 15,000 കോടിയെങ്കിലും പിരിക്കാൻ പറ്റുമെന്നാ പറഞ്ഞിരുന്നത്. മുണ്ടാട്ടം ഉണ്ടോ? IGST ഒന്നുമില്ല. ചെയ്തതോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നികുതി ഇളവ്, അതിൻ്റെ അഴിമതി. ഇപ്പൊ കേന്ദ്രത്തിനെതിരായിട്ടില്ല, തനത് വരുമാനം വർദ്ധിപ്പിക്കാനില്ല, കടമെടുക്കണത് തന്നെ കടപ്പേടിയാണല്ലോ, കടത്തൊടാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഈ ഭരണം നടത്തണേ? അപ്പോഴാണ് നമ്മുടെ ഏക്കാനിയുടെ സൂത്രപ്പണി വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നെ ഒരു വഴിയുള്ള കേട്ടോ, പാവങ്ങളെ തൽക്കാലം ഒന്നും മുറുക്കിയിട്ടില്ല. ആകെ കളഞ്ഞത്
8,500 കോടി രൂപയെങ്കിലും ചെലവ് വരുന്ന 1000 രൂപ സ്ത്രീ സുരക്ഷ കളഞ്ഞു. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കെല്ലാം എന്തെങ്കിലും സാങ്കേതിക പരിശീലനത്തിന് സ്കിൽ ട്രെയിനിങ്ങിന് പോയാൽ 1000 രൂപ വെച്ച് കൊടുക്കുന്നത് അത് നിർത്തി. എന്നൊക്കെ ഇപ്പം തന്നെ കളഞ്ഞു. വേറെ എന്തൊക്കെ പോകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ KSRTC കട്ടപ്പുറത്താവണമെന്ന് പറയാൻ പറ്റില്ല. വർഷാവസാനം കൊടുത്താൽ പോരട്ടാ. 100 ദിവസം കഴിഞ്ഞാൽ ഓയിൽ കമ്പനികൾ ഡീസലും പെട്രോളും കൊടുക്കൂല. അപ്പൊ കാറിന് കാശുള്ളപ്പോ എപ്പോഴെങ്കിലും കൊടുക്കാൻ പോയ KSRTC ഓടത്തില്ല. ഇതൊക്കെ കാണാൻ പോകുന്ന വിസ്മയങ്ങളാണ്. വരട്ടെ. പിന്നെന്താ സ്വകാര്യ പങ്കാളിത്തം? നമ്മുടെ പൊതുമേഖലയായാലും നമ്മുടെ ധാതുക്കളായാലും ഇതിലെല്ലാം വിൽപ്പനയിലേക്കാ. ഇവിടെയാണ് കേട്ടോ പോരാട്ടം വരാൻ പോണത്. ഇത് വളരെ അപ്രോപ്രിയേറ്റ് പോയിന്റാണ്. മൈക്ക് നിങ്ങൾക്ക് കൈമാറാനായിട്ട്. കാരണം ഒരു കാര്യം പറഞ്ഞു നിർത്താം. സ്വകാര്യ മേഖലക്കൊന്നും ഇടതുപക്ഷ എതിരല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാക്കണ്ട. കിഫ്ബി വഴി ഈ പശ്ചാത്തല സൗകര്യം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്വകാര്യ നിക്ഷേപത്തിന് നമ്മുടെ സംസ്ഥാനത്തെ ആകർഷകമാക്കാനാ. രാജീവ് എന്തിനാ അങ്ങ് ജനീവയെ പോയി? നമ്മുടെ ഡാവോസിലൊന്നും അങ്ങനെ പോകാറില്ല. ആദ്യമായിട്ടാ പോണ്. പോയെന്തിനാ? സ്വകാര്യ നിക്ഷേപം വരണമെന്ന്. അനന്തതിരല്ല. പക്ഷേ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പോലെയാകും സ്വകാര്യ നിക്ഷേപം. സംസ്ഥാനത്തിന്റെ പണം നബാർഡ് വായ്പ എടുത്ത് പണിയും. സംസ്ഥാനത്തിന്റെ ഭൂമി നടത്തിപ്പൊരു സ്വകാര്യ ഏജൻസിക്ക്. അത് പറ്റില്ല. നമ്മുടെ പൊതുമേഖലയെ സംരക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട് സംരക്ഷിക്കണം? ഇന്ത്യ രാജ്യത്ത് മുതലാളിയും തൊഴിലാളിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടെന്ന്. ഫാക്ടറി സെക്ടറിൽ എല്ലാം ദേശീയ വരുമാനത്തിലെല്ലാം ASI ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിൽ രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ ഫാക്ടറി സെക്ടറിൽ 1980-81 ലാഭത്തിന്റെ വിഹിതം 17%. താക്കളെ ഇന്ന് 55%. ഫാക്ടറിയുടെ മൂല്യത്തില് തൊഴിലാളിയുടെ വിഹിതം അത് 80-81 30% 12% മാറിയിരുന്നു. ഇവിടെ ലെഫ്റ്റ് വ്യൂസ് എന്ന് പറഞ്ഞ് ഒരു പോർട്ടലിൻ്റെ നിങ്ങളുടെ ഫോണിൽ ഫിറ്റ് ചെയ്ത് തരും അവർ. ഇവിടെ ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇല്ലേ ചങ്ങാതി? ഇല്ലേ? ഉണ്ട്. ഇന്ന് കൈപൊക്കെ ഉറക്കാം, നിങ്ങളെ കാണട്ടെന്ന്. അവരെ ബന്ധപ്പെട്ട ചെയ്തു തരും. അതിൽ ഏറ്റവും അവസാനം ഞാൻ എഴുതിയ ഒരു ഇന്ത്യ നടക്കുന്ന മുഴുവൻ സ്ട്രൈക്കിലും ഓരോ സ്ട്രൈക്കിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പം അതിൽ ജനസ് പവറാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം എഴുതിയിട്ടത്. നമ്മുടെ സ്മാർട്ട് മീറ്റർ ഉണ്ടാക്കണവന്മാരാണ്. 2020 അവരുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ 25,000 കോടിയാണ്. 24-25 അവരുടെ മൊത്തം വരുമാനത്തിൽ ലാഭം, അവരുടെ മൊത്തം ലാഭം കഴിഞ്ഞ വർഷം ഇരട്ടിയായി, ഡബിൾ. തൊഴിലാളിയുടെ കൂലിയോ മാസം 10,000 രൂപ മുതൽ 13,000 രൂപ വരെ, മാറ്റമില്ല. സമരമാണ് കേട്ടോ. ആരും മാസമൊന്നും വടക്കേന്ത്യയിലെ തൊഴിലാളികളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഒരു കുത്തിത്തിരിപ്പിനോടൊന്നും പോയിട്ടില്ല.
ജീവിതം പഠിപ്പിക്കുകയാണ് സമരം ചെയ്യാനായിട്ട്. ഒരു 2000x100 കണക്കൂട്ട് എത്ര ലക്ഷം വരും? അത്രയും തൊഴിലാളിയെ പണിമുടക്കിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനൊരു സമരമുണ്ട്. ആ സമരത്തെ വിട്ടുവീഴ്ചയൊന്നുമില്ല. തൊഴിലാളിക്ക് കിട്ടേണ്ട കിട്ടണം. തൊഴിലാളിയുടെ ജോലിയിൽ PPP ഇല്ല. പക്ഷേ മറ്റെന്തും പശ്ചാത്തല സൗകര്യം വേണോ? പശ്ചാത്തല സൗകര്യം, ഇൻവെസ്റ്റ്മെന്റ് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണം? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, യെസ്, അതൊക്കെയാവാം. അങ്ങനെയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ കാലഘട്ടത്തിലേക്ക് കേരളം കടക്കുകയാണ്. അതുകൊണ്ട് ഇന്നുള്ള രാഷ്ട്രീയ ബലാബലം നോക്കണ്ട. ഈ സമരങ്ങള് UDF ഒറ്റപ്പെടുത്തും. കേരളത്തിലെ മേധാശക്തിയായിട്ട് വീണ്ടും LDF ഉയർത്തും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ആത്മവിശ്വാസം ഉണ്ടാകാം. ഒന്നുള്ളത് മാറിയ കാലം മനസ്സിലാക്കി അതിനനുസരിച്ചൊക്കെ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. ഇന്നലെ മൂന്നാറില് യുവതൊഴിലാളികളുടെ ക്യാമ്പായിരുന്നു, സംസ്ഥാന വർക്ക്ഷോപ്പ്. അപ്പം അതിനുവേണ്ടി കണക്ക് പരതിയപ്പോഴേ കേരളത്തിലെ ഫാക്ടറി തൊഴിലാളികളിൽ 44 വയസ്സിന് താഴെയുള്ളവരാണ് 60%, ചിലപ്പോൾ 70%. ഫാക്ടറി എന്ന് വെച്ചാൽ എന്താ? മില്ലിയൻസ് ആണ്. നമ്മുടെ തന്ത പൈപ്പല്ല. വേറൊരു കാലമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവരെ മൊബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പൊതുമേഖലയിൽ 90% മൊബിലൈസ്ഡാ, യൂണിയനൈസ്ഡാ. സംഘടിത വ്യവസായ മേഖലയിൽ 70%. എന്നാൽ പുത്തൻ തലമുറ വ്യവസായങ്ങൾ, ഫ്രീലാൻസിങ്ങില്, അതുപോലുള്ള വ്യവസായങ്ങളിൽ 10%. കേരളം മാറുന്നുണ്ടെന്ന്, അതനുസരിച്ച് നമ്മളും മാറണം. നമ്മുടെ ശൈലികളും കാര്യങ്ങളിലുമെല്ലാം അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റ് ധവളപത്രവും ഒരു കാര്യം ഉറപ്പ് നൽകുന്നു: ശക്തമായ പോരാട്ടം വേണ്ടിവരും അവകാശങ്ങൾ നിലനിർത്താൻ. ആ പോരാട്ടങ്ങൾ കേരളത്തെ മാറ്റും, ഇടതുപക്ഷത്തെ മുന്നിൽ കൊണ്ടുവരും. നന്ദി, നമസ്കാരം.